കേരളത്തിന് പുറത്ത് നഴ്സിംഗ് പഠിക്കാൻ എന്ത് ചിലവ് വരും? ഹായ് സ്റ്റുഡൻസ്, നഴ്സിംഗിനായി മറ്റ് സംസ്ഥാനങ്ങളിലെ കോളേജുകൾ ചൂസ് ചെയ്യുന്ന കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ ടെൻഷനാണ് അവിടുത്തെ ഫീസ് എങ്ങനെയാണ് എന്നുള്ള കാര്യം. പലരിൽ നിന്നും പലപ്പോഴും കേട്ടറിഞ്ഞ കാര്യമാകും അഡ്മിഷൻ ടൈമിൽ ഒരു ഫീ, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മെസ് ഫീ, ട്യൂഷൻ ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒത്തിരി അടയ്ക്കേണ്ടി വരും എന്നുള്ള കാര്യം. അപ്പോൾ ഒരു കൺസൾട്ടൻസിയോ ഏജന്റോ അല്ലെങ്കിൽ നേരിട്ടോ അഡ്മിഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഫസ്റ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പല കോളേജുകളും ഫീസ് പാക്കേജുകളായാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ടോട്ടൽ 10 ലക്ഷം രൂപയാണ് പാക്കേജ് എന്നവർ പറഞ്ഞാൽ ആദ്യം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാ ചെലവും ഉൾപ്പെടെ 10 ലക്ഷം എന്നായിരിക്കും. അവിടെയാണ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ 10 ലക്ഷം രൂപയുടെ പാക്കേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കോളേജിലെ അഡ്മിഷൻ ഫീ, പഠനത്തിന് ആവശ്യമുള്ള ട്യൂഷൻ ഫീ, മെസ് ഫീ, വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, യൂണിഫോം, രജിസ്ട്രേഷൻ ഫീ, അങ്ങനെ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണോ ഈ 10 ലക്ഷം രൂപ എന്നത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഒരു പക്ഷേ ഈ 10 ലക്ഷം രൂപയുടെ പാക്കേജിൽ ട്യൂഷൻ ഫീ മാത്രമാണ് ഇൻക്ലൂഡഡ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ എക്സ്ട്രാ ഫീ എന്തായാലും അടയ്ക്കേണ്ടി വരും. സോ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ കോളേജിൽ നിന്ന് സ്പ്ലിറ്റ് വാങ്ങി വ്യക്തമാക്കിയ ശേഷം മാത്രം ജോയിൻ ചെയ്യാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി സ്റ്റേ ട്യൂൺ ടു വിദ്യാഭ്യാസം.